ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. ഏറ്റവും വലിയവനാകുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ മഹത്വവും ബഹുമാനവും സ്തുതിയും വീണ്ടും അർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് വീണ്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു താൻ മനുഷ്യനാണെന്ന് അവകാശപ്പെടുന്ന വേദഭാഗവും തന്നെക്കുറിച്ച് 3 വ്യക്തികൾ കർത്താവായ യേശു സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയതായിരിക്കുന്ന വചനങ്ങളുമാണ് ചിന്തിക്കാനായിട്ട് ഇടയായത്. ഇന്ന് പകൽക്കാലം വീണ്ടും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യനാണ് എന്നുള്ളതായിരിക്കുന്ന സാക്ഷ്യം മറ്റുള്ള വ്യക്തികളിൽ നിന്നും കേട്ടത് നമുക്ക് വീണ്ടും പഠിക്കാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. ശ്രേഷ്ഠ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ സാക്ഷ്യത്തിൽ അഥവാ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട് ആ ശബ്ദം കേട്ടിട്ട് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തിയതായിരിക്കുന്ന വേദഭാഗങ്ങൾ വ്യക്തമായിട്ട് 3 വാക്യങ്ങൾ കൂടി അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചു. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. ആ വാക്യത്തിൽ മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തു മധ്യസ്ഥനും മറുവിലയായി തന്നെത്താൻ കൊടുത്തവനുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരുടെയും മധ്യസ്ഥനായിട്ട് അവതാരം ചെയ്തവനായിരിക്കുന്ന കർത്താവായ യേശു മനുഷ്യനായ മധ്യസ്ഥനാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദാം 1-ാം മനുഷ്യനാണെങ്കിൽ ക്രിസ്തു 2-ാം മനുഷ്യനാണെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. 2-ാം മനുഷ്യനാകുന്ന കർത്താവായ യേശു ക്രിസ്തു. 3-ാമത്തെ വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഈ വാക്യത്തിൽ ഏക മനുഷ്യനായ ക്രിസ്തു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 3 ഭാഗങ്ങളിൽ നിന്നും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യനായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. സാധാരണയായിട്ട് ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, വരച്ചിരിക്കുന്നത് പോലെ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ തലയ്ക്ക് പുറകുവശത്തായിട്ട് ദിവ്യത്വം ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകാശമെന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് വെറുതെ ഒരു സാങ്കല്പികമായിരിക്കുന്ന ഒരു പടം മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തു നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചവനാകുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ടതായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ താൻ മനുഷ്യനാണ് എന്നുള്ള സാക്ഷ്യം വെളിപ്പെടുത്തി. ആ ഒരു കൂട്ടം ആൾക്കാരിലെ 3 കൂട്ടം വ്യക്തികളെ നമുക്ക് വീണ്ടും ഈ പ്രഭാതത്തിൽ പഠിക്കാം. 1 പട്ടാളക്കാർ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. ഈ വാക്യത്തിൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടുവാൻ തക്കവണ്ണം യെരുശലേം ദൈവാലയത്തിലെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന പട്ടാളക്കാരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. എന്നാൽ പട്ടാളക്കാർ കർത്താവായ യേശുവിൻ്റെ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞതായിരിക്കുന്ന വചനങ്ങളും ലാവണ്യമേറിയ വാക്കുകളും കേട്ടിട്ട് അവർക്ക് കർത്താവിനെ പിടിക്കാൻ കഴിയാതെ മടങ്ങി വന്നു. മഹാപുരോഹിതന്മാരും കൂട്ടരും അവരോട് ചോദിച്ചു, ആ മനുഷ്യൻ എവിടെ? ആ പട്ടാളക്കാർ പറഞ്ഞതായിരിക്കുന്ന വാക്യം ഇതാണ്: ആ മനുഷ്യൻ
സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. അവർ വ്യക്തമായിട്ട് തന്നെ തങ്ങളെ അയച്ചതായിരിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഈ മനുഷ്യൻ. രണ്ടാമത്തെ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 47 വാക്യം. ഈ വാക്യത്തിൽ മഹാപുരോഹിതന്മാർ, പരീശന്മാർ എന്നിവർ ചേർന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്യമാണ്, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. 4 ദിവസം കല്ലറയിലായിരുന്ന ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചതിന് ശേഷം ഉണ്ടായതായിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി ആലോചനകൾ നടത്തിയതായിരിക്കുന്ന മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും പരസ്പരം പറയുകയാണ്, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. ഇതുപോലൊരു മനുഷ്യൻ ഭൂമുഖത്തുണ്ടായിട്ടില്ല. മൂന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 33 വാക്യം. അവിടെ കർത്താവായ യേശു 30 വാക്യത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് അവകാശപ്പെട്ടു. യേശു സമ്പൂർണ്ണ ദൈവമാണെന്ന് അവകാശപ്പെട്ടപ്പോൾ യഹൂദന്മാർ പറഞ്ഞതായിരിക്കുന്ന വാക്യമാണ്, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നുവോ? മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നുവോ? അപ്പോൾ നീ മനുഷ്യനാണ്, ഞങ്ങളെപ്പോലെ മനുഷ്യത്വമുള്ള അസ്ഥിയും മാംസവും മജ്ജയുമുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ട് നീ നിന്നെ തന്നെ ദൈവമാക്കുന്നുവോ എന്ന് അവർ ചോദിക്കുകയാണ്. കർത്താവായ യേശുവിനെ പിടിക്കാൻ വന്ന പട്ടാളക്കാർ പറഞ്ഞു, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല. മഹാപുരോഹിതന്മാരും കൂട്ടരും പറയുന്നു, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നു. നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നുവോ എന്ന് യഹൂദന്മാർ ചോദിക്കുന്നു. ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? യേശുക്രിസ്തു ഞാൻ മനുഷ്യനാണെന്ന് അവകാശപ്പെട്ടു. തന്നെ കണ്ടുമുട്ടിയതായിരിക്കുന്ന, തൻ്റെ ദർശനം ലഭിച്ചതായിരിക്കുന്ന എല്ലാ വ്യക്തികളും അവിടുന്ന് മനുഷ്യനാണെന്ന് വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മുതൽ മഹാപുരോഹിതന്മാർ തുടങ്ങി യഹൂദന്മാർ തുടങ്ങി പട്ടാളക്കാർ വരെയുള്ളതായിരിക്കുന്ന സാക്ഷ്യ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. അതെ, നമ്മുടെ കർത്താവ് മനുഷ്യനായി വിളങ്ങിയവനാണ്, സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. ഈ കർത്താവിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഈ പ്രഭാതത്തിൽ പഠിക്കാം. നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനാണ്. മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തു എന്ന വിഷയത്തിൽ വ്യക്തമായിരിക്കുന്ന ഒരു അറിവ് നേടുവാൻ വീണ്ടും കർത്താവ് കൃപ നൽകട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.